നമസ്കാരം, ഞാൻ ബാബു കോലഞ്ചേരി. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് വിഷ്ണുമായ ചാത്തനെയും കരിങ്കുട്ടി ചാത്തനെയാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് പറയാൻ കാരണം ബിസിനസ് പരമായിട്ടുള്ള ആൾക്കാർ ആരാധിക്കുന്നത് കരിങ്കുട്ടീനെയാണ്. സാധാരണക്കാർ പ്രാർത്ഥിക്കുന്നത് അവർ കുടുംബത്തിൽ ഐശ്വര്യം വരാനും സാമ്പത്തികം വരാനായിട്ട് ഉപയോഗിക്കുന്നത് വിഷ്ണുമായനാണ്. കാരണം ഇതിന് രണ്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണുമായ ചാത്തൻ സാന്ത സ്വരൂപിയും സൽപ്രവർത്തകനും കൂടിയാണ് പുള്ളി. കരിങ്കുട്ടി അങ്ങനെയല്ല. കരിങ്കുട്ടിക്ക് ഒരു കാര്യം നിശ്ചയിച്ച സാധനം നടത്തിയിരിക്കണം, അവൻ നടത്തുകയും ചെയ്യും. അതുപോലെ തന്നെ തട്ടുകൾ കിട്ടുകയും ചെയ്യും നോക്കിക്കൊണ്ട് നടന്നില്ലെങ്കിൽ. ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പ്രാർത്ഥിച്ചോ. നമ്മുടെ മനസ്സിലെ വിശ്വാസങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആരെയും അവകാശമല്ല, നമ്മുടെ സ്വന്തം അവകാശങ്ങൾ തന്നെയാണ്. അതുപോലെ പ്രാർത്ഥിക്കുക, നോക്കുക. കാരണം പിന്നെ വിഷ്ണുമായക്ക് എന്നുണ്ടെങ്കിൽ വിഷ്ണുമായ നമ്മുടെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നമ്മുടെ കൂടെ കൂട്ടാം. നമ്മുടെ നല്ലൊരു ഇതായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവും. കരിങ്കുട്ടി ഉണ്ടാവും എന്നെല്ലാം പറഞ്ഞത് ഉണ്ടാവും. പക്ഷെ പുള്ളിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയെ കാര്യം സാധിച്ചിട്ടേ പുള്ളി പെരുമാറുള്ളൂ. പെരുമാറി കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിനെ അതുപോലെ തന്നെ നോക്കിക്കൊള്ളണം. ഇല്ലെങ്കിൽ ചിലപ്പോൾ പുള്ളി ഒരു കേമേഴും മറക്കും.